നമസ്കാരം സുഹൃത്തുക്കളെ, സൂര്യ 1 ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാരതത്തിന്റെ ഭാവി മാറ്റിയെഴുതാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു ശാസ്ത്ര മുന്നേറ്റത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം അഥവാ 3 ഘട്ടങ്ങളായുള്ള ആണവോർജ്ജ പദ്ധതി. ദശാബ്ദങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ ഇപ്പോൾ അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചിരിക്കുകയാണ്. എന്താണ് കൽപ്പാക്കത്തെ ആ വലിയ നേട്ടം? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളെ ഉറ്റുനോക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 1ാം ഘട്ടം, അടിത്തറ പാകിയ യുറേനിയം. ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ ചരിത്രം തുടങ്ങുന്നത് ഡോക്ടർ ഹോമി ജെ. ഭാഭയുടെ ദീർഘവീക്ഷണത്തിൽ നിന്നാണ്. 1ാം ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും ഉപയോഗിച്ചത് പ്രകൃതിദത്ത യുറേനിയം ആണ്. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ ജതൻ ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പഠിച്ചു. എന്നാൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ പക്കൽ യുറേനിയം നിക്ഷേപം വളരെ കുറവാണ് എന്നതായിരുന്നു. പക്ഷേ ഈ 1ാം ഘട്ടത്തിന്റെ വലിയൊരു ഗുണം അവിടെ നിന്നുള്ള ഉപോൽപ്പന്നമായി നമുക്ക് പ്ലൂട്ടോണിയം ലഭിച്ചു എന്നതാണ്. ഈ പ്ലൂട്ടോണിയമാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഇന്ധനമായി മാറുന്നത്. 2ാം ഘട്ടം, കൽപ്പാക്കത്തെ വിജയഗാഥ. ഇപ്പോൾ നമ്മൾ എത്തിനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2ാം ഘട്ടത്തിലാണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കെസവം ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രത്യേകത? ലളിതമായി പറഞ്ഞാൽ, ഈ റിയാക്ടർ എത്രത്തോളം ഇന്ധനം ഉപയോഗിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഇത് തിരികെ ഉത്പാദിപ്പിക്കും. അതായത് ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഒരു അദ്ഭുതമാണിത്. റഷ്യയ്ക്ക് ശേഷം ഈ സാങ്കേതികവിദ്യ വാണിജ്യാടിസ്ഥാനത്തിൽ വിജയിപ്പിക്കുന്ന ലോകത്തെ 2ാമത്തെ രാജ്യം മാത്രമാണ് ഇന്ത്യ. അമേരിക്കയും ചൈനയും പോലും ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലായിരിക്കുമ്പോഴാണ് ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. 3ാം ഘട്ടം, കേരളത്തിലെ മണലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി. ഇനി ഇന്ത്യയുടെ അന്തിമ ലക്ഷ്യമായ 3ാം ഘട്ടത്തെക്കുറിച്ച് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തീരദേശങ്ങളിലെ മണലിൽ ഈ തോറിയം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ തോറിയത്തെ നേരിട്ട് ഇന്ധനമാക്കാൻ കഴിയില്ല. അതിന് 2ാം ഘട്ടത്തിൽ നിന്നുള്ള പ്ലൂട്ടോണിയം അത്യാവശ്യമാണ്. 3ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ഇന്ത്യ ഊർജ്ജ കാര്യത്തിൽ ലോകത്തിനു മുന്നിൽ ഒരു സൂപ്പർ പവർ ആയി മാറും. യുറേനിയത്തിനായി ഇനി നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടിവരില്ല. വരും തലമുറകൾക്ക് നൂറുകണക്കിന് വർഷത്തേക്ക് ആവശ്യമായ വൈദ്യുതി നമ്മുടെ മണ്ണിൽ നിന്ന് 2047 ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി 100 ജിഗാവാട്ട് ആക്കി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി സ്വകാര്യ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തി ഭാരത് സ്മോൾ റിയാക്ടറുകൾ നിർമ്മിക്കാനും ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും കൈകോർക്കുമ്പോൾ ഭാരതം ഒരു പുതിയ ഊർജ്ജ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വലിയ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകളുമായി മറ്റു